So today we are going to study a sphere of radius 30 mm is resting centrally on top of the surface of a square plate of side 75 mm and of negligible thickness. Draw the isometric view and isometric projection of this one. നമ്മൾ ഐസോമെട്രിക് വ്യൂ പഠിച്ചിരുന്നു, ഐസോമെട്രിക് പ്രൊജക്ഷൻ പഠിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇത് ഒരു സ്പിയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ചിരുന്നത് കോണ്, പ്രിസം, പിരമിഡ് ഇങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ ഒരു സ്പിയറിന്റെ ഐസോമെട്രിക് വ്യൂ ആണ് പറയുന്നത്. ഇതിനകത്ത് കുറച്ച് ഡേറ്റ നിങ്ങളൊന്ന് കാണാപ്പാടം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുമില്ല, 2 ഡേറ്റ പഠിച്ചാൽ മതി. ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏത് സാധനത്തിനാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻ വായിക്കാം. എ സ്പിയർ ഓഫ് റേഡിയസ് 30 mm is resting centrally on top surface of a square plate of side 75 mm and of negligible thickness. Draw the isometric view and isometric projection. ഇത് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് പറയണം? ഈ പറയുന്ന ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ പറയണം അല്ലെ? ഇതിനകത്തേക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ പറയണം. ശരി, നമുക്ക് ആദ്യം അത് നോക്കാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എക്സ് വൈ വി പി എച്ച് പി ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണാം. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞ ഇതിന്റെ റേഡിയസ് എത്രയായിരുന്നു? 30 ആയിരുന്നു പറഞ്ഞത് അല്ലേ? 30 റേഡിയസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ടോപ്പ് വ്യൂവിൽ എന്ത് വരും? ഇതെവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? എച്ച് പി റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു സ്പിയർ. ഓക്കെ, സോ ദിസ് ഇസ് എ സ്പിയർ. അപ്പോൾ ഇത് നമ്മുടെ ടോപ്പ് വ്യൂ ആണ്. ഇനി നമ്മുടെ ഈ പറയുന്ന സാധനത്തിന് എത്രയാണ് ഒരു സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്? 75 ആണ്. അപ്പോൾ 75 എന്ന് പറയുമ്പോൾ മൊത്തം ഇത് 60 ആണ്, ഇച്ചോടെ 50 ആണ്. 75 അപ്പോൾ നമുക്ക് ഏകദേശം നമുക്കറിയാം 75 വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. കുഴപ്പമില്ലല്ലോ. നമ്മൾ വരച്ചു, സ്ക്വയർ വരച്ചു. ഈ സ്ക്വയറിനകത്ത് ഈ സ്ക്വയറിന്റെ എലമെന്റ് നോക്കണം, അത്രയാണ് 75 അല്ലേ? ഇനി നമുക്കറിയാം ഈ പറയുന്ന സാധനം ഇതിന്റെ ടോപ്പ് ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ നമുക്കറിയാം ഈ പറയുന്ന സാധനത്തിന്റെ നമുക്ക് ആക്സിസ് എടുക്കാം അല്ലെ? ആക്സിസ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് വെർട്ടിക്കൽ ലൈൻ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് വരയ്ക്കണം, ഇതിന്റെ സർക്കിൾ വരയ്ക്കണം അല്ലെ? ഏകദേശം നമുക്ക് രൂപം കിട്ടും ഇതിന്റെ. തിരിഞ്ഞതായിരിക്കും അല്ലെ? ഇതേ ഡയമെൻഷൻ തന്നെ ആയിരിക്കും വരുന്നത്. ഇവിടെ തന്നെ വരുമ്പോൾ ഈ പറയുന്ന നമ്മൾ കാണിച്ചത് ഒരു R30 ആണ്. ഇതിന്റെ എത്രയാണ്? R30 ആണ്. അപ്പോൾ ഓക്കെ, ഇവിടെ നെഗ്ലിജിബിൾ തിക്നെസ് ആണ്. നമുക്കൊരു വരയായിട്ട് മാത്രമേ ഇത് കാണിച്ചാൽ മതി, നെഗ്ലിജിബിൾ തിക്നെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ സ്പിയർ കാര്യങ്ങളെല്ലാം വരച്ചു, ഫ്രണ്ട് വ്യൂ ടോപ്പ് വരച്ചു. ഓക്കെ, ഇതിന് പേര് കൊടുക്കണം അല്ലെ? എ ബി സി ഡി. ഇവിടെ എന്തായാലും വരാൻ പോകുന്നത് ദിസ് ഈസ് ബി ഡാഷ് ബ്രാക്കറ്റിൽ എ ഡാഷ്, ഇവിടെയോ സി ഡാഷ് ബ്രാക്കറ്റിൽ ഡി ഡാഷ്. ഇത്രയും കാര്യങ്ങൾ. ഇനി ഇതിന്റെ എന്ത് വരയ്ക്കണം? ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം, ഐസോമെട്രിക് പ്രൊജക്ഷൻ. ആദ്യം ഐസോമെട്രിക് വ്യൂ എളുപ്പമാണ്. ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്ന എങ്ങനെയാണ്? ആദ്യം അതിന്റെ ലേ ഔട്ട് എടുക്കണം അല്ലെ? ലേ ഔട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമുക്ക് ലേ ഔട്ട് എടുക്കാൻ പോകണം. 30 ഡിഗ്രി ഇങ്ങോട്ട്, 30 ഡിഗ്രി ഇങ്ങോട്ട്, 30 ഡിഗ്രി, 30 ഡിഗ്രി. ഇനി എന്തെടുക്കണം? ഈ ലെങ്ത് എടുക്കണം അല്ലെ? ഈ ലെങ്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു അല്ലെ? ഇവിടെ ഇങ്ങോട്ട് എത്ര എടുക്കും?
75 ആണ് ഈ സൈഡ് 75 എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇങ്ങോട്ട് എത്ര എടുക്കണം? 75 എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ഇതിന് പാരലായിട്ട് നമുക്ക് വരയ്ക്കാം അല്ലെ, ഇതിന് പാരലായിട്ട് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കാം, ഇതിന് പാരലായിട്ട് നമുക്ക് ഇതിലെ ഒരു ലൈൻ വരയ്ക്കാം അല്ലെ. അപ്പൊ നമുക്ക് ബേസിലുള്ള സാധനം കിട്ടും. ഈ പോയിന്റ് എന്തായിരിക്കും? ഇതെന്തായിരിക്കും? ബി ആണല്ലോ. ഇനി ഇതെവിടെയാ? എ. ഇവിടെ ഇങ്ങോട്ടുള്ളത് എന്താണ്? സി. ഇതിന് പുറകിൽ എന്ത് വരും? ഡി. അപ്പൊ അത്രയും പോയിന്റ് കിട്ടും. ഇനി ഇത് ഇരിക്കുന്നത് എവിടെയാ? സെൻട്രലി പ്ലേസ് എന്നാണ് പറഞ്ഞത്. സെൻട്രൽ പ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന സാധനത്തിന് നമുക്ക് എന്ത് വരയ്ക്കാം? രണ്ട് ഡയഗണൽ ഇങ്ങോട്ട് കൊണ്ട് വരയ്ക്കാം, കുഴപ്പമില്ലല്ലോ അല്ലെ. ഡയഗണൽ വരയ്ക്കും. ഇവിടെ സെന്റർ കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരും കേട്ടോ. ഇവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ. ഈ പറയുന്ന സാധനത്തിന്റെ എല്ലാ മാച്ച് ഡയമെൻഷൻ അല്ലേ. അപ്പം ഇതിന്റെ സെന്ററിൽ എത്ര വരണം? ഇവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ മേലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് അതിൽ എത്ര മാർക്ക് ചെയ്യണം? ഈ പറയുന്ന ആർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഇതിന്റെ ആർ എത്രയാണോ അത് മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ സെന്റർ കിട്ടി. സെന്റർ പോയിന്റ് ഈ പറയുന്ന O എന്ന് പറയുന്ന പോയിന്റ് എന്ന് വെച്ചോ. ഇത് നമുക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന സെന്റർ പോയിന്റ് കിട്ടി O. ഇനി അവിടെ കുത്തിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇവിടം വരെ എത്തിക്കുന്ന എല്ലാം കഴിയും. ഈ ഇവിടെ കുത്തിക്കൊണ്ട് എന്താണോ ഇവിടുത്തെ ഡയമെൻഷൻ, ഓക്കെ, ഇവിടുത്തെ ഡയമെൻഷൻ എന്താണോ അത് ഇവിടെ കുത്തിക്കൊണ്ട് സെന്ററിൽ താഴെ തന്നെ വരും. എനിക്ക് ഇതുണ്ടോ, ഇവിടെ കുത്തുമ്പോഴത്തേക്ക് ഇതിന് താഴെ വരും അല്ലെ. അപ്പം ഈ പറയുന്ന പോയിന്റ് ഇതിന്റെ സെന്ററിനെക്കാട്ടിലും താഴെ വരത്തുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നിൽക്കുന്ന ഡിസ്റ്റൻസ് എത്രയാ? ഇവിടെ നിൽക്കുന്ന ഡിസ്റ്റൻസ് എത്രയാ? നമ്മൾ ഇത് ഇനി ഈ കിട്ടുന്ന ഡയമെൻഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 30 multiplied by 1.22. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. അതെന്തായാലും 30ക്കാളും കൂടുതലായിരിക്കുമല്ലോ അല്ലെ. അപ്പം 30ക്കാളും കൂടുതൽ വരുന്ന ആ ഒരു ഡയമെൻഷൻ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോയിന്റിനെക്കാട്ടിലും താഴോട്ട് മാറി എന്ത് ചെയ്യണം? എന്താണോ ഡിസ്റ്റൻസ് കിട്ടിയത് 30 into 1.22 എന്താണോ വാല്യൂ കിട്ടുന്നത് അതെന്ത് എടുക്കണം? സ്കെയിൽ എടുക്കണം. സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യണം? ഈ സെന്ററിൽ കുത്തിക്കൊണ്ട് എന്ത് വരയ്ക്കണം? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ഡിസ്റ്റൻസ് എന്താ? ഇവിടുന്ന് ആർ ഡിസ്റ്റൻസ് എടുത്തു, അത് മാർക്ക് ചെയ്ത് വെച്ചോണം കേട്ടോ. ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്തു. ആർ എന്ന് പറയുന്നത് എത്രയാണ്? R30. അത് എവിടെ നിന്ന് എത്രയാണ്? ഈ സെന്ററിൽ നിന്ന് ഈ ആർ റേഡിയസ് ഡിസ്റ്റൻസ് ആണ് എന്ത്? 30 എന്ന് പറയുന്നത്. ഇനി നമ്മൾ സർക്കിൾ വരച്ചത് എന്ത് വെച്ചിട്ടാണ്? ഈ സർക്കിൾ വരച്ചേക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? R into 1.22 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണോ അത് ആർ റേഡിയസ് എടുത്ത് വെച്ചിട്ടാണ് എന്ത് ഇവിടെ സർക്കിൾ വരച്ചേക്കുന്നത്. ക്ലിയർ? ക്ലിയർ? ഇതാണ് ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നതിനുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാം. ഇത് നമ്മൾ വരച്ചാണ് എന്ത്? ഐസോമെട്രിക് വ്യൂ. ഓക്കെ. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷൻ എടുക്കുന്നതായിരിക്കും ലേഔട്ട് ഇത് തന്നെയാണ്. ലേഔട്ട് എന്ന് പറയുന്നത് നമുക്ക് വരയ്ക്കാം. ലേഔട്ട് ഇത് തന്നെ, ഒരു വ്യത്യാസമില്ല. ലേഔട്ട് എന്ന് പറയും. ലേഔട്ട് എന്ന് വരച്ചു. ഇനി എന്ത് ചെയ്യണം? ലേഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം? എന്താണോ ഇവിടുത്തെ ഡയമെൻഷൻ അതിനെ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സ്കെയിൽ എടുക്കുക അല്ലെ. 75 സ്കെയിൽ എടുക്കുക. 75 സ്കെയിൽ എടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇവിടുന്ന് 15 ഡിഗ്രി ലൈൻ വരയ്ക്കുക. 15 ഡിഗ്രി ലൈൻ വരയ്ക്കുക. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഒരു 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 75 കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുന്ന ഐസോമെട്രിക് ലെങ്ത് കിട്ടും. ഇതാണ് ഐസോമെട്രിക് ലെങ്ത്. ഇതെന്താണ്? ട്രൂ ലെങ്ത്. ഓക്കെ. ഇതിന് മൊത്തത്തിൽ പറയുന്ന പേരെന്താണ്? ഐസോമെട്രിക് സ്കെയിൽ. അപ്പൊ 75 കിട്ടി. ഇനി ഈ പറയുന്ന 75 കറസ്പോണ്ടിങ് ആയിട്ട് എന്താണോ ലെങ്ത്, 75 കറസ്പോണ്ടിങ് ആയിട്ട് എന്താണോ ലെങ്ത് അവനെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇവിടെ കിട്ടുന്ന ലെങ്ത് എന്താണോ അവനെ വെച്ചിട്ട് വേണം എന്താ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്കൊരു പോയിന്റ് കിട്ടി. അവിടെ നിന്ന് വരയ്ക്കണം. ഇതിന് പാരലായിട്ട് വരച്ചു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അറിയാമല്ലോ. അപ്പൊ ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് എന്ത് വരയ്ക്കണം? ഇതിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുക. അല്ലെ. അപ്പൊ നമുക്ക് ഈ പറയുന്ന സാധനത്തിനകത്ത്
അപ്പോൾ നമുക്ക് കിട്ടി ഈ പ്ലെയിൻ കിട്ടി. പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് കേട്ടോ, ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ റെഡ്യൂസ് സ്കെയിലാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന 75 കറസ്പോണ്ടിങ് ആയിട്ട് ലെങ്ത് എന്താണോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യണം. സെന്റർ മാർക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന സാധനത്തിന്റെ ഡയഗണൽ ആയിട്ട് ഒരു പോയിന്റ് സെന്റർ കിട്ടും. ഇനി നോക്കിയേ, നേരത്തെ നമ്മൾ ഈ പറയുന്ന സെന്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആയിരുന്നു എടുത്തിരുന്നത്, 6 ഡിസ്റ്റൻസ് ആയിരുന്നു എടുത്തത്. ഇവിടെ നമ്മൾ എത്ര എടുക്കണം, ഐസോമെട്രിക് പ്രൊജക്ഷൻ ആകുമ്പോഴത്തേക്ക് സെന്ററിൽ നിന്ന് ഡിസ്റ്റൻസ് എത്ര എടുക്കണം നോക്കി. ഇവിടെ എത്ര 30 അല്ലേ, 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏകദേശം ഇവിടെ മാർക്ക് ചെയ്യാലോ അല്ലെ. ഇവിടെ ഇങ്ങോട്ട് 30 ആയിരിക്കണം നോക്കുമ്പോഴത്തേക്ക്. ഇനി ഇവിടെ എന്ത് ചെയ്യണം, ഇത് പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കണം. 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈൻ കിട്ടും അല്ലെ. അപ്പം ആ പറയുന്ന ലെങ്ത് വേണം എവിടെ കൊടുത്താൻ, ഇവിടുന്ന് മേലോട്ട് വെർട്ടിക്കൽ ലൈൻ ആയിരിക്കണേ. വെർട്ടിക്കൽ ലൈൻ ഇവിടെ ഇങ്ങോട്ട് മാറ്റി. അപ്പൊ ഈ ലെങ്ത് ഇവിടുന്ന് ഈ സെന്ററിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് മാറ്റി എഴുതി കാണിക്കാം. എത്ര വരും, r ഇൻറ്റു 0.82 വരും. കാരണം ഐസോമെട്രിക് സ്കെയിലിൽ നമുക്ക് കൺവേർഷൻ വരുന്ന 0.82 വന്നറിയാം. അപ്പോൾ നമുക്ക് അവിടെ r ഇൻറ്റു 0.82 സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ്. ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ ഇവിടെ കൂട്ടിയിട്ട് നേരത്തെ എന്താ ചെയ്തത്, 1.22 r വെച്ച് മൾട്ടിപ്ലൈ. ഈ 1.22 വന്ന കണക്കെന്നൊക്കെ പറയുന്നത് പിന്നെ നമുക്ക് നോക്കാം, നേരിട്ട് വരുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സ്ഫിയറിന്റെ റേഡിയസ് ഈ പറയുന്ന ഐസോമെട്രിക് വ്യൂവിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ എങ്ങനെ എടുക്കുന്നത് മാത്രം മതി. ഇവിടെ നേരത്തെ എന്താ ചെയ്തത്, r ഡിസ്റ്റൻസ് എടുത്തു. ഇവിടെ എത്ര എടുത്തു, പ്രൊജക്ഷനകത്ത് r ഇൻറ്റു 0.82 എടുത്തു. അതായത് ഇവിടുന്ന് ഐസോമെട്രിക് സ്കെയിലിൽ കിട്ടുന്ന ഡയമെൻഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് സെന്റർ മാർക്ക് ചെയ്യും. ഇവിടെ എത്ര വെച്ചിട്ടാണ് നമ്മൾ സർക്കിൾ വരച്ചത്, അതിനേക്കാളും വലിയൊരു ഡയമെൻഷൻ വെച്ചിട്ടാണ് വരച്ചിരുന്നത്, r മൾട്ടിപ്ലൈഡ് ബൈ 1.22. ഇവിടെ ഇതുപോലെ തന്നെയാണ്, ഇവിടുന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് 0.82, r ഇൻറ്റു 0.82. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് r തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ കുട്ടികൾ എന്ത് വരച്ചു, ഒരു സർക്കിൾ വരച്ചു. അതെന്തായിരിക്കും, ഈ പറയുന്ന ഇതിനേക്കാളും താഴെക്കൂടെ വരത്തുള്ളൂ അല്ലെ. ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 0.82 ഇൻറ്റു r. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്തായാലും താഴെക്കൂടെ വരും. അപ്പൊ ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തോണം. ഇത് എത്രയാണ് വരുന്നത്, r അല്ലെ. അപ്പൊ ഇത്രയും കാര്യം ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന സ്ഫിയർ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇവിടെ ഒരു പ്ലെയിൻ സർഫസിലാണ് വെച്ചേക്കുന്നത് അല്ലെ, ഒരു ഹൈറ്റ് ഇല്ലാത്തൊരു സാധനത്തിലാണ് വെച്ചേക്കുന്നത്. ഈ ഹൈറ്റ് ഉള്ള സാധനമാണെങ്കിൽ എന്ത് ചെയ്യണം, ഹൈറ്റ് ഉള്ള സാധനം കണ്ടുപിടിച്ചിട്ട് അതിന് മേളിൽ എന്ത് കണ്ടുപിടിക്കണം, സെന്റർ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിന്റെ മേളിൽ ഇതുപോലെ തന്നെ ആറും ഈ പറയുന്ന r ഇൻറ്റു 1.22 മൾട്ടിപ്ലൈ എന്ന് മാത്രം ഓർത്താൽ മതി. ഐസോമെട്രിക് സ്കെയിലിനകത്താണെങ്കിൽ ആ ഡിസ്റ്റൻസ് സെന്ററിൽ നിന്ന് ഈ പറയുന്ന സർഫസിന്റെ സെന്റർ ഏതായിക്കോട്ടെ, ഇവിടെ ലാമിനെയാണ് വെച്ചിരിക്കുന്നത് വിത്ത് നെഗ്ലിജിബിൾ തിക്നെസ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അതിന്റെ സെന്റർ എടുക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഒരു സ്ലാബ് ആണ്, റെക്ടാംഗുലർ സ്ലാബ് ആണ്, അല്ലെങ്കിൽ സ്ക്വയർ സ്ലാബ് ആണ്, അല്ലെങ്കിൽ ക്യൂബ് ആണ്, എന്തും ആയിക്കോട്ടെ, ഈ പറയുന്ന ഐസോമെട്രിക്സിന്റെ ടോപ്പ് സർഫസിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. അവിടുന്ന് എത്ര എടുക്കണം, r ഡിസ്റ്റൻസ് എടുത്ത് സെന്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് എത്ര വെച്ചിട്ട് നമ്മൾ r ന്റെ വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ 1.22 ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഐസോമെട്രിക് വ്യൂ കിട്ടും. ഇനി ഇവിടെ നോക്കി ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, നോക്കി സാധാരണ നമ്മൾ വരച്ചിട്ട് ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യാൻ നമുക്കറിയാം എന്താണ്, എന്തിന്റെങ്കിലും നമുക്ക് ഈ പറയുന്ന ഡയഗ്രം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സെന്റർ കിട്ടും. ഈ സെന്ററിൽ നിന്ന് മുകളിലോട്ടുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യേണ്ടത് r മൾട്ടിപ്ലൈഡ് ബൈ 0.82. അത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കാര്യമാണ് അല്ലെ. അപ്പം ഈ പറയുന്ന 0.82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ സെന്റർ കിട്ടും. ഇനി ഈ പറയുന്ന സെന്ററിൽ കുത്തി എന്ത് ചെയ്യണം, r ഡിസ്റ്റൻസ്. അത് ഒറ്റക്കാര്യം ഓർത്താൽ മതി, ഒരിക്കലും ഇതിന്റെ മുകളിൽ കൂടെ എന്ത് പോകത്തില്ല. അതിലേക്ക് ഈ പറയുന്ന സെന്റർ ഇവിടെയാണ് ഈ പറയുന്ന സ്ഫിയർ ഇരിക്കുന്നെങ്കിലും നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുമോ, ഇല്ല, അതിന് താഴെക്കൂടെ വരും. അപ്പം ഐസോമെട്രിക് സ്കെയിൽ ആ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് താഴെക്കൂടെ വന്നേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും വലിയൊരു കാര്യം അങ്ങനെ ഓർത്തിരുന്നാൽ മതി, 1.22 ഇൻറ്റു r. ഇവിടെയാണെങ്കിലോ ഈ സെന്ററിൽ നിന്ന് ഇവിടെ വരെ എത്ര ഡിസ്റ്റൻസ്, 0.82 ആണ്. അപ്പം ഇത് ഒരു 6 കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇതിനെ കൊണ്ട് താഴെക്കൂടെ വരത്തുള്ളൂ ഇത് അല്ലെ. ഇതാണ് സെന്റർ, ഇതേ കുത്തി 6 കറക്കി കഴിഞ്ഞാൽ. അപ്പൊ ഇത്ര ഓർത്താൽ മതി. ഇതാണ് നമ്മുടെ സ്ഫിയർ. സ്ഫിയർ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന പോയിന്റ്, മുട്ടുന്ന പോയിന്റ് നമുക്ക് കാണാൻ പറ്റും അല്ലെ, മുട്ടുന്ന പോയിന്റ് കാണാൻ പറ്റും. ഇനി നിങ്ങൾ ഒരു ഇൻക്ലിനേഷൻ, നമുക്കറിയാം ഐസോമെട്രി വരുമ്പോഴത്തേക്ക് ഇൻക്ലിനേഷൻ ഇങ്ങനെ വരുമെന്നറിയാം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ മുട്ടിരിക്കുന്ന പോയിന്റ് കാണാൻ പറ്റുമോ, എന്റെ കൈ ഇതിലൊരു മുട്ടിരിക്കുന്ന പോയിന്റ് കണ്ടോ, ഇങ്ങനെ നിൽക്കുമ്പോൾ വെർട്ടിക്കലായിട്ട് നിൽക്കുമ്പോൾ കാണാൻ പറ്റും ഏത് പോയിന്റ് അത് കറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്യുന്നുള്ളത് അല്ലെ, ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഇത് കണ്ടോ, ഈ സാധനം ഒരു ഇൻക്ലിനേഷൻ വരുമ്പോഴത്തേക്ക് അതെവിടെ പോയി, മറഞ്ഞു പോയി. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്, ഈ മുട്ടിരിക്കുന്ന പോയിന്റ് ഇതിനടിയിൽ പോയി. അത്ര ഓർത്താൽ മതി. അപ്പൊ ഒരിക്കലും നിങ്ങൾ സർക്കിൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന നമ്മുടെ എവിടെയാണോ ഇത് പ്ലേസ് ചെയ്തേക്കുന്നത്, അതായത് ഇതിന്റെ സെന്ററിൽ ഒരിക്കലും ഇത് കാണാൻ പറ്റാത്ത രീതിയിൽ വേണം വരയ്ക്കാൻ വേണ്ടി. അതിന് ചെയ്യുന്നു, r എടുക്കുകയാണെങ്കിൽ 1.22 r എന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ
പോയിന്റ് എ ടു ആർ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതിന് എത്ര സർക്കിൾ വരയ്ക്കുന്നു, ആ ഡിസ്റ്റൻസ് വെച്ച് സർക്കിൾ വരയ്ക്കുക. ഈ ഡയമെൻഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതിക്കോണം, ഐസോമെട്രിക് വ്യൂ ഓഫ് എ സ്ഫിയർ ആൻഡ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ. ക്ലിയർ? ഐ തിങ്ക് ദ കൺസെപ്റ്റ് ഈസ് ക്ലിയർ. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ഈ പറയുന്ന സാധനം ഒരു ക്യൂബിന്റെ മേളിൽ വരികയാണെന്ന് വെച്ചു, ക്യൂബിന്റെ മേളിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും, ഐസോമെട്രിക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ എന്ത് വരും, ഇതുപോലെ വരും അല്ലെ, ഇത് ഇവിടെ നിൽക്കുന്നതായിട്ട് വരും. ഇനി നമ്മൾ ഈ ഒരു സാധനം ഇങ്ങനെ വരയ്ക്കുന്നുണ്ടായിരിക്കും, എപ്പോഴും ഈ പറയുന്ന സാധനം ഒരു പ്ലെയിൻ ആവാൻ നോക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഹൈറ്റ് എടുത്ത് എന്ത് മാർക്ക് ചെയ്യണം, ഇതിന്റെ ക്യൂബ് അല്ലെങ്കിൽ സ്ലാബ് കൺസ്ട്രക്ട് ചെയ്തു, ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യുന്നു, ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച കാര്യം. ഇത് എങ്ങനെ സ്ഫിയർ ആഡ് ചെയ്യുന്നു, സ്ഫിയർ ആഡ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് എന്താണ്, ടോപ്പ് സർഫസിന്റെ സെന്റർ മാർക്ക് ചെയ്യുക, അവിടുന്ന് എടുക്കുന്ന ഡിസ്റ്റൻസിന്റെ കാര്യം മാത്രം ഓർത്താൽ മതി. ക്ലിയർ? So I think the idea of isometric view and isometric projection of a sphere is clear. Is it?